ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ RV ക്രിയേഷൻസ്. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. വേറൊന്നുമല്ല, കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കുരിശുപള്ളിയാണ്. ഒരുപാട് അത്ഭുതങ്ങളും ഒക്കെ നടന്നൊരു സ്ഥലമാണിത്. നമുക്ക് അതിനു മുമ്പ് നമ്മളിങ്ങോട്ട് കയറി വന്ന കട്ട് ഓഫ് റോഡാണ് റോഡ് മൊത്തം. നമുക്ക് ഇങ്ങോട്ട് കയറി വന്ന് നമ്മുടെ വഴികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മളിന്ന് പോകുന്നത് വല്യപാനത്തോട്ടാട്ടോ. വല്യപാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ആണ് സ്ഥിതി ചെയ്യുന്നത്. വിലങ്ങാട് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വിലങ്ങാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റോട് ചുറ്റും മലകളാട്ടോ. ഒരു മലയോര ഗ്രാമം തന്നെയാട്ടോ വിലങ്ങാട്. ഈ വല്യപാനം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലങ്ങാട് നിന്ന് മഞ്ഞക്കുന്ന് പോയിട്ട് മഞ്ഞക്കുന്ന് നിന്നൊരു മലയിലോട്ടാട്ടോ കയറി പോകേണ്ടത്. വലിയൊരു മലയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് മഞ്ഞക്കുന്നാട്ടോ. മഞ്ഞക്കുന്ന് മുകളിലോട്ട് കാണുന്ന റൂട്ടാട്ടോ വല്യപാനത്തോട്ട് പോകുന്നത്. 4 വീൽ ഡ്രൈവ് ജീപ്പ് മാത്രമേ അങ്ങോട്ട് കയറി പോവുകയുള്ളൂ. കാറൊക്കെ പകുതി വരെ പോവുകയുള്ളൂ. പിന്നെ നമ്മൾ നടക്കേണ്ടി വരും. ജീപ്പാണെങ്കിൽ ഫുള്ള് പോവും. ഫുൾ ഓഫ് റോഡാട്ടോ ഈ റോഡ് ഫുള്ളും. അതുമാത്രമല്ല, നമ്മുടെ ജീപ്പിൽ ഇപ്പോൾ 10-12 പേരുണ്ട്. 10-12 പേരും വെച്ചാണ് നമ്മൾ ഈ ജീപ്പിൽ പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന റൂട്ടിൽ കൂടെ കാറൊക്കെ പോകും കേട്ടോ. ഈ റൂട്ടിൽ കൂടെ പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് പോയി കഴിയുമ്പോൾ കാറൊക്കെ റോഡ് സൈഡ് നിർത്തിയിട്ടിട്ട് നടന്നു കൊണ്ടു വരും. ജീപ്പൊക്കെ ആണെങ്കിൽ അങ്ങ് അടിച്ച് കയറി അങ്ങ് പോകും. മഞ്ഞക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വല്യപാനം വരെ ഏകദേശം 2-2.5 കിലോമീറ്റർ ഉണ്ട്. അതിൽ 1.5 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. 4 വീൽ ഡ്രൈവ് വണ്ടികൾ മാത്രമേ മുകളിലോട്ട് കയറി പോകുള്ളൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുവാണ്. കാറൊക്കെ എടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ നടന്നു കൊണ്ടി വരും പകുതിയായി കഴിയുമ്പോൾ. മഞ്ഞക്കുന്ന് വലിയപാനത്തോട്ട് പോകാൻ 2 വഴികളാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ചെറിയപാനം കുരിശുപള്ളി വഴി മുകളിലോട്ടും, ഒന്ന് മഞ്ഞക്കുന്ന് പള്ളിയിൽ നിന്നും 100 മീറ്റർ കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്ന വഴി. നമ്മളിപ്പോൾ പോകുന്നത് ആ റൂട്ടിനാണ്. തിരിച്ചു വരുമ്പോൾ ചെറിയപാനവും കുരിശുപള്ളി ആ റൂട്ടിന് ഇറങ്ങി വരണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ജീപ്പ് മഹീന്ദ്ര CX 500 DI എന്ന ജീപ്പാണ്. ഈ ജീപ്പ് ഞാൻ അധികം ആർക്കും കണ്ടിട്ടില്ല. കാരണം ഇതിന് 3+1 ഗിയറാണ്. അതോടൊപ്പം 2 ഹൈ ഗിയറുണ്ട്. ഈ ജീപ്പിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത ദിവസം എന്തെങ്കിലും ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് വലിയ കുഴപ്പമില്ല. ഇനി കുറച്ച് ഭാഗം കോൺക്രീറ്റ് റോഡാട്ടോ. ടാറിങ് റോഡ് കഴിഞ്ഞു, ഇനി കോൺക്രീറ്റ് റോഡാണ്. കോൺക്രീറ്റ് റോഡും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് നല്ല കയറ്റമാണ്. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇപ്പോൾ വലിയുന്നില്ല. നമ്മൾ ഹൈ ഗിയർ ഇടുവാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 4 വീൽ ഡ്രൈവിലാട്ടോ പോകുന്നത്. കാരണം 10-12 പേരുള്ളതുകൊണ്ട് വണ്ടി കയറുന്നില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ 4 വീലിലോട്ട് മാറ്റിയപ്പോൾ എനിക്കത് കംപ്ലീറ്റ് കാണിക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സ്, നമ്മുടെ കോൺക്രീറ്റ് റോഡ് പക്ക റോഡാട്ടോ. എന്ത് പറഞ്ഞാലും കോൺക്രീറ്റ് അങ്ങ് മുകളിൽ വരെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ പകുതി വരെ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്ന വല്യപാനം കുരിശുപള്ളിയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ നമ്മൾ പോകുന്ന വല്യപാനത്തെ ഏറ്റവും ടോപ്പിലാണ്. ആദ്യം ഒരു ചെറിയ കുരിശുപള്ളിയായിരുന്നു. പിന്നെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്ന് പിന്നെ അത് കുറച്ച് വികസിപ്പിച്ചെടുത്തു. ഈ കുരിശുപള്ളി നിന്ന് പ്രാർത്ഥിച്ചവർക്കൊക്കെ രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പലരും മഞ്ഞക്കുന്ന് നിന്ന് കുരിശുപള്ളി വരെ നടന്നാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഈ വല്യപാനത്ത് വരുമ്പോൾ കാണാൻ കഴിയുന്നത് 3-4 അരുവികളാണ്. നല്ല തണുത്ത വെള്ളമാണ് ഈ അരുവികളിൽ കൂടി വരുന്നത്. നമ്മൾ ഈ വല്യപാനത്തോട്ട് അടുത്തടുത്ത് വരുമ്പോഴത്തേനും കയറ്റങ്ങൾ കൂടിക്കൂടി വരും കേട്ടോ. പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ സ്ഥലത്തിന്. അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഹൈ ഗിയർ ഇട്ടിട്ട് വണ്ടി കയറ്റുവാണ്.
കാരണം വലിഞ്ഞില്ലെങ്കിൽ ഇടണമല്ലോ എന്ന് വെച്ച് താഴേന്ന് ഇട്ടതാട്ടോ. ഈ വഴി കൂടെയൊക്കെ കാറ് വരുന്നു കേട്ടോ, മുകളിൽ വരെ കാറ് ചെല്ലും. പണ്ട് ഇവിടെ നിറച്ചും ആൾത്താമസമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു. അധികം വീടുകളൊന്നുമില്ല ഇവിടെ, പക്ഷെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ മണ്ണിട്ട റോഡാണ്. ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ ജീപ്പായതുകൊണ്ട് അടിച്ച് പിന്നെ കയറി പോകുന്നുണ്ട് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. 10-25 വയസ്സായിട്ടോ നമ്മുടെ ജീപ്പിന്, എന്നിട്ടും വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ മണ്ണിട്ട റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ കയറ്റമൊന്നുമില്ല ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ആകെ കണ്ടൊരു വണ്ടിയുടെ ഒരു കാറ്. എനിക്ക് തോന്നുന്നു ഇവിടം വരെ കാറുകളൊക്കെ വരുള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തിൻ്റെ പേരാട്ടോ കല്ലട്ടി. അപ്പം കല്ലട്ടി കൂടെയൊക്കെ ഹൈ ഗിയർ ഇട്ടുകൊണ്ട് മാത്രമേ വണ്ടിക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വണ്ടി കയറി വരുന്നൊരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ചെന്നിട്ട് എടുത്തതാട്ടോ. വണ്ടി നല്ല മിടുക്കനായിട്ടാണ് കയറി വരുന്നത്. ഈ ഒരു ഭാഗം കല്ല് പതിച്ച റോഡാട്ടോ. ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ കല്ല് പതിച്ചിട്ടുള്ളൂ. പിന്നെ വണ്ടിക്കകത്തുള്ള 10-12 പേരെന്ന് പറഞ്ഞത് ഇതെല്ലാം എൻ്റെ കസിൻസൊക്കെ കേട്ടോ. വണ്ടി ഹൈ ഗിയറിലായതുകൊണ്ട് സ്ലോ മോഷനിലായിട്ടോ കയറി വരുന്നത്. ഞാൻ മാത്രമല്ലായിരുന്നു ഈ വീഡിയോ എടുത്തത്, എൻ്റെ ഒരു 2 കസിൻസും കൂടെ ഈ വീഡിയോ എടുക്കാൻ കൂടിയായിരുന്നു. ഒരാൾ വണ്ടിയുടെ അകത്തിരുന്നെടുത്തു, ഞാൻ പുറത്ത് നിന്നെടുത്തു. ഒരാൾ വണ്ടിയുടെ പുറകിൽ നിന്നെടുത്തു. ഞാനിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും മുകളിലോട്ട് കയറി നമ്മുടെ ജീപ്പ് വരുന്ന ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്യാമറമാൻ എടുത്ത വിഷ്വൽസ് ആട്ടോ. എന്ത് പറഞ്ഞാൽ ഈ റോഡ് ഓഫ് റോഡിങ്ങിന് പറ്റിയ റോഡാട്ടോ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. ഈ റോഡിൻ്റെ ദയനീയാവസ്ഥ കാണിക്കാൻ വേണ്ടി ഞാൻ മുകളിൽ ചെന്നിട്ട് എടുത്ത ഒരു വീഡിയോ കേട്ടോ. മണ്ണിട്ട റോഡായതുകൊണ്ട് ഫുള്ള് കുഴികളും കല്ലുകളൊക്കെയാണ് റോഡ് നിറച്ചും. വണ്ടിക്കത് ഫുൾ ആളാട്ടോ. ഇത് വണ്ടിയുടെ പുറകിൽ നിന്നെടുത്തൊരു വിഷ്വൽസാണ്. കുറച്ച് സ്പീഡായിട്ടാട്ടോ കാണിക്കുന്നത്, കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇപ്പോൾ മുമ്പേ പോയി, ഞാനിപ്പോൾ പുറകെ ഓടി ചെല്ലുവാണ്. ഇപ്പം നമ്മുടെ കുരിശുപള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുരിശുപള്ളി. ഇതിപ്പോൾ ആ മലയുടെ ടോപ്പാട്ടോ. കുരിശുപള്ളി ആട്ടോ ഇത്. നമ്മുടെ കൂടെ വന്നവരൊക്കെ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പം ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തതാണ്. പിന്നെ നമ്മുടെ വണ്ടി അത്രയും മല കയറി വന്നതല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. നിൽക്കുന്ന നിപ്പ് തന്നെ കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട്. ഇവിടുന്നാട്ടോ ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തേ. നമ്മുടെ വണ്ടിയുടെയും കുരിശുപള്ളിയുടെയും മലയുടെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര പിന്നെയും തുടങ്ങി. നമ്മളിനി മല ഇറങ്ങാൻ പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിനി അടുത്ത വഴി കൂടെയാണ് ഇറങ്ങി പോകുന്നത്. ചെറിയ പാനവും കുരിശുപള്ളി ആ റൂട്ടിലാണ് നമ്മളിനി ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ കണ്ട കുറച്ച് മലകളുടെയൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതാണ്.
ഇതൊക്കെ ശരിക്കും പിന്നെ ഫോറസ്റ്റ് ആട്ടോ. റോഡിന് മുകൾ വശം ഫുള്ള് ഫോറസ്റ്റ് ആണ്. റോഡിന് താഴ്ഭാഗം ആൾക്കാരുടെ പറമ്പാണെന്നാണ് തോന്നുന്നത്. ഈ റോട്ടിൽ കൂടെ അധികം വണ്ടികളൊന്നും വരാറില്ല. പക്ഷെ കുരിശുപള്ളി ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് നടന്നും പിന്നെ ജീപ്പിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു വലിയ ഇറക്കത്തിലെത്തി. മണ്ണിട്ട് റോഡായതുകൊണ്ട് മഴക്കാലമൊക്കെ കഴിഞ്ഞല്ലോ, അപ്പം വലിയ കുഴികളൊക്കെയാണ്. ഞാൻ മുമ്പേ ഓടിപ്പോയിട്ട് ഫോട്ടോയൊക്കെ എടുക്കുവാണ്. ഇതൊരു വലിയ വളവ് വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തതാണ്. ഇറക്കും ഇറങ്ങോട്ടില്ല, നമ്മൾ ഹൈ ഗിയറിലിട്ടാട്ടോ ഇറക്കുന്നേ. രണ്ട് മെല്ലെ ഇറങ്ങി വരും കേട്ടോ. വലിയ ഇറക്കം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ നേരിട്ട് പോയി കഴിയുമ്പോൾ നല്ല ഇറക്കം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ. 3-4 മലകളും ഒരു കല്ലേലാണ് ഞാൻ നിൽക്കുന്നത്. കല്ലിൻ്റെ താഴ്ഭാഗം വലിയ വാഴക്കൃഷിയും റബ്ബർ തോട്ടമൊക്കെ കേട്ടോ. നമ്മൾ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇറങ്ങുവാണ്. ഇതൊരു വലിയൊരു ഇറക്കമാണ്. നല്ലൊരു വളവും ഉണ്ട് ഇവിടെ. ഇപ്പം ഞാൻ വണ്ടിയുടെ അകത്തിരുന്നെടുത്തൊരു വീഡിയോ ആയിട്ടോ ഇത്. വീഡിയോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വണ്ടിയുടെ പുറത്തിറങ്ങി മുമ്പിലും പുറകിലേക്കെ ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഒരു ക്യാമറമാനായിട്ടോ അവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഇറക്കം നല്ല ഇറക്കം തന്നെയാണ്. നല്ല കുഴിയും കല്ലുകളൊക്കെയാണ് ഈ റോഡ് നിറച്ചും. വണ്ടി മെല്ലെ ഇറങ്ങി പോവാണ്. വണ്ടി ടയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം പാളുന്നുണ്ട്. റോഡ് ഫുള്ള് കല്ലാട്ടോ. വണ്ടിയുടെ ടയറൊക്കെ ഉള്ളിലോട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ. പഴയ വണ്ടിയുണ്ട്, ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. 25 കൊല്ലമായില്ലേ. അതുമാത്രമല്ല വണ്ടിക്ക് ഗ്രീസ് അടിച്ചിട്ട് കുറച്ചായി. അതിൻ്റെ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ യാത്ര എന്ത് പറയല്ല, കിടുവായിരുന്നു. ഒന്നും പറയാനില്ല. വണ്ടി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലോ മോഷൻ ആക്കിയാന്ന് തോന്നും. പക്ഷെ സ്ലോ മോഷൻ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. വണ്ടി മെല്ലെ തന്നെ ഇറങ്ങി പോകുന്നത്. കാരണം നല്ല ഉറക്കവുമാണ്, കല്ലുകളുമാണ് റോഡ് നിറച്ച്. ഈ ജീപ്പൊക്കെ ടൗണിൽ കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ജീപ്പിൻ്റെ ഉപയോഗമൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതുപോലത്തെ കാടുകളിലോ മലകളിലൊക്കെ ജീപ്പ് കൊണ്ടുപോകുമ്പോഴേ ജീപ്പിൻ്റെ യഥാർത്ഥ ഉപയോഗം നമുക്ക് മനസ്സിലാവുള്ളൂ. ജീപ്പുള്ളവർക്ക് ജീപ്പ് വീട്ടിലിട്ടിട്ട് കാര്യമില്ല. അതുപോലത്തെ യാത്രയ്ക്കൊക്കെ പോകണം, അത് നമുക്ക് ഫീൽ കിട്ടുള്ളൂ. നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്ന വരവ് തന്നെ കണ്ടോ, വേറെ ലെവലാണ്. നമ്മൾ കയറി വന്ന റോഡിനേക്കാളും ദൂരം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന വഴിക്ക്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല, നമ്മൾ മെല്ലെ അങ്ങ് ഇറങ്ങി പോരുക. ഇത് ജീപ്പിൻ്റെ പുറകിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ആട്ടോ. വീണ്ടും ഒരു നല്ലൊരു ഇറക്കം വന്നപ്പം എടുത്തതാണ്. ഇത് കുറച്ച് സ്പീഡിൽ കാണിക്കുന്ന കേട്ടോ. നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ഉണ്ട്. അപ്പം അധികം ലെങ്ത് വേണ്ടാന്ന് വിചാരിച്ച് സ്പീഡായിട്ട് കാണിക്കുന്നതാണ്.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പ് പോയിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ മടുത്തത്. കാരണം ഞാൻ ഫുള്ള് നടക്കുകയും ചെയ്തേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ബാക്കിയുള്ള എല്ലാവരും വണ്ടിക്കകത്തിരുന്നു, ഞാൻ കുറച്ച് നടന്നു. കുറച്ച് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നല്ല ലൈക്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ ഇനിയും വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നേരത്തെ കാണിച്ച വീഡിയോയിലെ വണ്ടിയുടെ ഉള്ളിലിരുന്നെടുത്തൊരു ഭാഗമാട്ടോ ഇത്. നല്ല വളവൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫർ അപ്പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. കുറേ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളൊരു കോൺക്രീറ്റ് ഇട്ട റോഡ് കണ്ടോ. ഏകദേശം താഴോട്ട് എത്താനായെന്നാണ് തോന്നുന്നത്. കോൺക്രീറ്റ് റോഡാട്ടോ. ഈ റോഡ് വരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ റോഡിലൊക്കെ കാറും കൊണ്ടൊക്കെ വരാനാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഈ റോഡിന് വീതിയൊക്കെ കുറവാണ്. വേറൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പുറകോട്ട് എടുത്തിട്ട് വേണം സൈഡാക്കാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് റോഡിൽ കഴിഞ്ഞിപ്പോൾ ടാറിങ് റോഡിലോട്ട് എത്തി. ടാറിങ് റോഡ് എത്തിയപ്പോഴത്തേനും റോഡ് ഫുള്ള് പോക്കാണ്. ഫുള്ള് പൊട്ടിക്കുഴികളും ടാറിങ് കണ്ടാൽ പറയൂല, അതുപോലത്തെ അവസ്ഥയാണ്. നമ്മളിപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. താമരശ്ശേരി ചുരമൊക്കെ പോലത്തെ 2-3 വളവുകളൊക്കെ ഉണ്ട്. നല്ല വളവാണ്. ഒരു വളവ് കഴിഞ്ഞപ്പം അടുത്ത വളവ് കണ്ടു. റോഡ് ഫുള്ള് പോക്കാട്ടോ. ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം താഴോട്ട് എത്തിയെന്നാണ് കേട്ടോ തോന്നുന്നത്. നമുക്കെന്നാലും മുന്നോട്ട് പോകാം. ഇപ്പം അത്യാവശ്യം നല്ല റോഡുകളൊക്കെയാണ് കാണുന്നത്. ഗൈസ്, പിന്നെ റോഡ് മോശമായിരിക്കുകയാണ്. നല്ല ഇറക്കമാണ്, റോഡ് പോകും. ബൈക്കും കൊണ്ടൊക്കെ വരുന്നവരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ബ്രേക്കൊക്കെ പിടിക്കുന്നതിനിപ്പം തെന്നി അങ്ങ് പോകും. റോഡ് വളരെ മോശമാട്ടോ. ഓരോ നല്ല റോഡ് കാണുമ്പോഴും ഇപ്പോൾ എത്തും വിചാരിച്ചിരുന്നു. പക്ഷെ എത്തുന്നില്ല. ഇനിയും കുറച്ചും കൂടെ ഇറങ്ങാനുണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്.
നിർദ്ദേശങ്ങളും കമൻറ്റ്